പോക്സോ കേസിൽ 3 വർഷമായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ തമിഴ്നാട്ടിലെത്തി സാഹസികമായി പിടികൂടി അടൂർ പോലീസ്. നൂർനാട് പാലമേൽ സ്വദേശി മനോജാണ് പിടിയിലായത്. കൂട്ടബലാത്സംഗ കേസിൽ 2ാം പ്രതിയാണ് മനോജ്. മറ്റ് നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണ്. തമിഴ്നാട്ടിൽ കാപ്പ കേസ് പ്രതിയോടൊപ്പമായിരുന്നു മനോജിന്റെ താമസം. പത്തനംതിട്ട SP R ആനന്ദും കാരയ്ക്കുടി SP അനീഷ് പുരിയും സംയുക്തമായി നടത്തിയ ആസൂത്രിത നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. അടൂർ DYSPയുടെ കീഴിലെ പ്രത്യേക സംഘം തമിഴ്നാട്ടിലെത്തിയാണ് മനോജിനെ പൊക്കിയത്. 2022-ലാണ് കേസിനാസ്പദമായ സംഭവം. 5 പേർ ചേർന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. കേസിൽ 3 പേരെ അതിവേഗ കോടതി ശിക്ഷിച്ചു. 2ാം പ്രതിയായ R മനോജ് അന്നു മുതൽ ഒളിവിലായിരുന്നു. പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഉള്ള പ്രതിയായിരുന്നു. ഇതിലെ ബാക്കി പ്രതികളെ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ പ്രതിയെ കിട്ടാത്തതുകൊണ്ട് ഈ പ്രതിയുടെ പേരിൽ നമുക്ക് കുറ്റപത്രം ഹാജരാക്കാൻ ഇടയായില്ല. അങ്ങനെ പെൻഡിംഗ് ആയിട്ട് കഴിഞ്ഞ 3 വർഷമായി കേസ് നമ്മുടെ കൈവശമുണ്ടായിരുന്നു. സ്ഥിരം ഉപയോഗിക്കുന്ന സിം കാർഡുകൾ പോലും ഉപേക്ഷിച്ച് തമിഴ്നാട്ടിൽ കാപ്പ കേസ് ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധ ഗുണ്ടയ്ക്ക് ഒപ്പമായിരുന്നു താമസം. അടൂർ പോലീസ് കാരയ്ക്കുടിയിലെ ഇയാളുടെ ഒളിസങ്കേതത്തിലെത്തിയതോടെ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടിച്ചിട്ട് കീഴ്പ്പെടുത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായ മനോജിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകളുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട.